당시의 안녕은 물론 국가의 안위를 수호해온 중요한 직책입니다. 조선시대 광화문을 지키는 군사들은 명조에서 정경, 각상, 대조를 선발해 지키겠습니다. 보통 큰 문에는 30명, 중간문과 ഹലോ, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഗ്യോൺബോക്കും പാലസിലാട്ടോ. ഇതെന്ന് പറയുന്നത് സോൾ സിറ്റിയുടെ തന്നെ മെയിൻ പോയിന്റിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 2 മണിയായി. ഈ 2 മണി സമയത്ത് ഇവിടെ ഒരു പാലസിൻ്റെ തന്നെ റോയൽ ഗാർഡ് ചേഞ്ചിങ് സെറമണി ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലി ഇവിടുത്തെ ഗേറ്റ് കീപ്പേഴ്സ് ആയിരുന്നത് റോയൽ ഗാർഡ്സ് ആയിരുന്നു. അപ്പോൾ ഇവർക്കെന്ന് പറയുന്നത് ഇവരുടെ ഡ്യൂട്ടി എപ്പോഴും ഷിഫ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ചടങ്ങാണ് ഈ ഒരു പരേഡിലൂടെ അവർ റിക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗാർഡ് ചേഞ്ചിങ് സെറിമണി ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഇത് തുടങ്ങാനായി ആളുകളെല്ലാവരും ഉള്ളിലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി കാണാം. 먼저 출발의 연주와 고교진행으로 입장 절차인 초음을 알리며 손뼉을 치겠습니다. Ladies and gentlemen, the guard changing ceremony now begins. ഈ പരേഡ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാം. അനൗൺസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലാംഗ്വേജിലാണ്. ബിക്കോസ് ഇതെന്ന് പറയുന്നത് സോളിലെ തന്നെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒരുപാട് ഫോറിനേഴ്സ് വരുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിലും കൊറിയനിലും ജാപ്പനീസിലൊക്കെ ഇവിടെ അനൗൺസ് ചെയ്യും. 현재 출연자들이 착용한 옷은 조선 전기 15세기 복식을 지원한 것으로 이국가를 위해 물원 보존을 통해 제작되었습니다. The actors are wearing the costume from 15th century, which was manufactured based on the. അപ്പോൾ പ്രോഗ്രാം ഉള്ളത് അകത്താണ്. ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉള്ളിലോട്ട് പോയി. അപ്പോൾ നമുക്ക് കൂടി അവിടേക്ക് പോകാം. 再现了15世纪朝鲜时期前期的服饰。今兵士たちが着用している衣装は時代交渉で購入された ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും 2 സൈഡിലായിട്ട് നിന്ന് തുടങ്ങി. ഇപ്പോൾ നമുക്കിവിടെ ഗൈഡ്സൊക്കെ ഉണ്ട്, ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർ നമ്മളെ 2 ഡയറക്ഷനിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ നടുക്കാണ് പരേഡ് ഓൾമോസ്റ്റ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 സൈഡിലുമായിട്ട് നിന്ന് തുടങ്ങി.
개회식을 마무리하는 큰 곡을 치겠습니다. There will be the drum beats to signal the end of the ceremony. 现在进入是当值监视的会场。それでは奉還式の終了を告げる太鼓が歌われます。英語3、4 There will be the drum beats to signal the rotation of the ship. 现在进入是开始进行奉岗仪式。次は降下しましょうと降下しましょうの気分交代を告げる太鼓が打たれます。英語3、4അപ്പോൾ നമ്മുടെ പരേഡ് കഴിഞ്ഞു. അത് ഓൾമോസ്റ്റ് 20 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഹാൻഡ് ബോക്ക് ട്രൈ ചെയ്യാനാണ്. ഹാൻഡ് ബോക്കിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ ആദ്യം നമുക്ക് പോയിട്ട് ഹാൻഡ് ബോക്ക് ചൂസ് ചെയ്തിട്ട് വരാം. ഇവിടെയാണ് ഈ പാലസിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് ഹാൻഡ് ബോക്ക് റെൻറ്റിന് കൊടുക്കുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇതാട്ടോ ഷോപ്പിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വ്യൂ. ഇവിടെ എന്ന് വെച്ചാൽ മെൻസിനാണെങ്കിലും വിമണിനാണെങ്കിലും സെപ്പറേറ്റ് ഹാൻഡ് ബോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഗേൾസിന് പൊതുവേ ഉള്ളത് ഒരു സ്കേർട്ടും ഒരു ടോപ്പുമാണ്. അപ്പോൾ ഇതിന് ഭയങ്കര നല്ല കളക്ഷൻ ഇവിടെ. അതുപോലെ തന്നെ വളരെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ലൈറ്റ് ഷെയ്ഡ്സ് ആണെങ്കിലും ഡാർക്ക് ഷെയ്ഡ്സ് ആണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇവിടുത്തെ സ്കേർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീ സൈസുള്ള സ്കേർട്ടാണ്. ആർക്കും പാകമാവുന്ന രീതിയിൽ ഉള്ളതാണ് അതൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് കുറേ പേര് നമ്മളെ ഗൈഡ് ചെയ്യാനും ഹാൻഡ് ബുക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ നമ്മളെ ട്രൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യാം. അതെടുത്തോ, അത് വേറെ ഷോപ്പ് എടുക്കണം. നോക്ക് ഇതങ്ങനത്തെ ഈ കളർ അങ്ങനെയുണ്ട്. ഇത് ഈ കളറോ? ഇവിടെയാണെങ്കിൽ ഭയങ്കര കളക്ഷൻ ഉണ്ട്. കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഭയങ്കര കൺഫ്യൂസിങ് ആണ് അതുകൊണ്ട് സെലക്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ആ പിങ്ക് ഷെയ്ഡും ജിസ്മി ഒരു ബ്രൗൺ ഷെയ്ഡും ആണ് ചൂസ് ചെയ്യുന്നത്. ഹാൻഡ് ബോക്ക് ഒരു പ്രത്യേക രീതിയിലാണ് വെയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹാൻഡ് ബോക്കിൻ്റെ റെൻറ്റ് തന്നെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം എമൗണ്ടിലുള്ളതാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു ഹാൻഡ് ബോക്ക് നമ്മൾ 1 ഹവറിന് 20,000 കൊറിയൻ വോണാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് 2 ഹവേഴ്സ് ആണെങ്കിൽ 30,000 കൊറിയൻ വോണാണ് അവർ ചാർജ് ചെയ്യുന്നത്. 1 ഹവറിന് 10,000 കൊറിയൻ വോൺ ചാർജ് ചെയ്യുന്ന ഹാൻഡ് ബോക്കും നമുക്കിവിടെ കിട്ടും. അങ്ങനെ പല റേഞ്ചിലാണ് ഉള്ളത്. ഇതുകൂടാതെ തന്നെ ഇവർ തന്നെ നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങും ചെയ്തു തരും. അതിനവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്.
ആ ഓക്കെ ഓക്കെ അത് ഓക്കെ അല്ലേ? ദാറ്റ് വൺ ഈസ് ഫൈൻ. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഇട്ടിരിക്കുന്നത് കൊറിയയുടെ തന്നെ ട്രഡീഷണൽ ഡ്രസ്സായിട്ടുള്ള ഹാൻഡ് ബോക്കാണ്. അപ്പോൾ നമ്മൾ പാലസിൻ്റെ അടുത്താപ്പുള്ളത്. ഇവിടെ നമുക്ക് റെൻ്റൽ ഷോപ്പുകളിൽ നിന്ന് നമുക്കിങ്ങനെ റെൻറ്റിന് നമുക്ക് 1 hour or 2 hour നമ്മൾക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹാൻഡ് ബോക്ക് ക്ലോത്ത്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഹാൻഡ് ബോക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പാലസിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് നമുക്കൊരു ഹാൻഡ് ബാഗ് കൂടി അവർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുത്താൽ മതി. അപ്പം നമ്മൾ മെയിൻ ഗേറ്റിലൂടെ പാലസിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ്. പാലസിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് ആവശ്യമുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ടിക്കറ്റ് മെഷീൻസ് ഉണ്ട്. നമുക്ക് തന്നെ കാർഡ് ഉപയോഗിച്ച് ഇതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 3000 കൊറിയൻ വോണാണ് ഇവിടെ നമുക്ക് ടിക്കറ്റ് ഫെയർ ആയിട്ട് കൊടുക്കേണ്ടത്. നാട്ടിലതൊരു 200 രൂപയുടെ അടുത്ത് വരും. Insert the card to the ERC card reader. Do not remove the card until the payment is complete. The payment has done. Get your credit card and ticket at the അപ്പോൾ നമ്മൾ കയറുന്നതിന് മുന്നേ നമ്മൾ എടുത്ത ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിലെത്തി. ഇവിടെയാണ് ഭയങ്കര തിരക്കാട്ടോ, നിറയെ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ചില സ്ഥലത്തൊക്കെ ഗൈഡ്സൊക്കെ ഇതിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് പേര് വന്നിരിക്കുന്നതും ഹാൻഡ്ബോക്ക് ഇട്ടിട്ടാണ്. അതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്. ശരിക്കും പല കൈൻഡ് ഓഫ് ഹാൻഡ്ബോക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പാലസിനകത്താണ് ആക്ച്വലി. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുമ്പോൾ ഹാൻഡ് ബുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഫ്രീ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പുറത്ത് ടിക്കറ്റ് എടുക്കണം. അപ്പം പാലസിൻ്റെ ഫുൾ വ്യൂ നമുക്കൊന്ന് കാണാം. പിന്നെ നമ്മൾ പോകുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ പോർഷൻ. ഇവിടെയാണ് രാജകീയ സിംഹാസനം ഉള്ളത്. 닷집이라고 합니다. 왕이 하는 자리 닷집이라고 하는데 고려시대만 해도 저런 닷집은 결국은 유교에서 훔쳐가는 자리였는데 조선시대가 되면서 숭늉 너네 아직 설명 안 끝났어. 어딜 나가? 너네 들어와 있어야 선생님이 설명을 하지. ഈ പാലസിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു ലേക്ക് ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗാർഡൻ സ്പേസും കൂടി ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ ടൂറിസ്റ്റൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 hour ഇവിടെ സ്പെൻഡ് ചെയ്തു. സോ നമ്മളിപ്പോൾ ഇത് റെൻ്റലായിട്ടാണ് ചെയ്തെടുത്തത് ഈ ഹാൻഡ് ബോക്ക്. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യേണ്ട സമയമായി. സോ നമ്മൾ ഇനി അതിനു വേണ്ടി അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ശരി, ബായ്.